കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024-25 വർഷത്തിൽ നടന്ന ഒരു ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് നമുക്കറിയാം, രണ്ട് തരത്തിലാണ് എക്സാം നടക്കുന്നത്. ഒന്ന് UP-LP മാത്രമുള്ള സ്കൂളുകൾക്കും അതുപോലെ തന്നെ ഹൈസ്കൂളുള്ള സ്കൂളുകൾക്കും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഇത് ഹൈസ്കൂളുള്ള സ്കൂളിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതേ മോഡലിലായിരിക്കും നിങ്ങൾക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്തായാലും കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിച്ച് എക്സാം എഴുതുക. റെഡിയാണോ? ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ കൂട്ടുകാരെ. ലിസൺ ആൻഡ് ഡ്രോ. ലിസൺ ടു എ ടീച്ചർ ആൻഡ് ഡു അക്കോർഡിംഗ്ലി. എന്താണ്? ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും, അതിനനുസരിച്ച് ഇതിൽ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ എന്താണോ പറഞ്ഞു തരുന്നത് എന്നിട്ട് കൂട്ടുകാർ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് വരക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. മോം ആൻഡ് ദ ബോയ്. എന്താണ്? മോമും മോമിൻ്റെ ബോയും. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ കൂട്ടുകാരെ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കൂ. കൂട്ടുകാർക്ക് മനസ്സിലായോ? നമ്മൾ പഠിച്ച പാഠഭാഗം തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്കറിയാം, നമ്മുടെ പാഠഭാഗത്തിലുള്ള ഒരാളാണ് നമ്മുടെ ബോയ് അല്ലേ. അപ്പോൾ ബോയ് എന്തുകൊണ്ടാണ് വരുന്നത്? വീൽ ചെയറും കൊണ്ട് വരികയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദിസ് ഡിയർ? എന്താ വാട്ട് ഈസ് ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് എന്ന് ചോദിക്കുകയാണ് അല്ലേ. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, വാട്ട് ഈസ് ദിസ് ഡിയർ, ഇത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? അത് എന്താ കൂട്ടുകാരെ? വീൽ ചെയർ ആണ് അല്ലേ. അപ്പോൾ എന്താ പറയുക? ദിസ് ഈസ് എ വീൽ ചെയർ എന്ന് പറയും അല്ലേ. ദിസ് ഈസ് എ എന്താ പറയുക? വീൽ ചെയർ. ഓക്കെ, വീൽ ചെയർ, CHIR, വീൽ ചെയർ. ദെൻ അമ്മ വീണ്ടും ചോദിക്കുകയാണ്, ഹൂ ഗേവ് യു ദിസ്? ആരാ നിനക്കിത് തന്നത്? ഹൂ എന്ന് പറഞ്ഞാൽ ആര്. ഹൂ ഗേവ് യു ദിസ്? ഇത് ആരാ തന്നത്? ആരാ തന്നിട്ടുണ്ടായിരുന്നത്? സിയയാണല്ലേ. അപ്പോൾ അവിടെ എന്താ പറയുക? സിയ. ഓക്കെ, സിയ ഗേവ് മീ. ഓക്കെ, സിയ ഗേവ് മീ. സിയയാണ് എനിക്കിത് തന്നത്. അപ്പോൾ അവിടെ സിയ ഗേവ് മീ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, സിയ എന്നുള്ളത് ഇങ്ങനെയല്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ് കൂട്ടുകാരെ? സിയ. ഓക്കെ, സിയ ഗേവ് ദിസ് എന്ന് പറയാം, അല്ലെങ്കിൽ സിയ ഗേവ് മീ എന്നും പറയാം. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. മൂന്നാമത്തേതാണ് ദ ബോയ്സ് ഗിഫ്റ്റ് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് വരുന്നത്. കളർ ദ ഡിസ്ക്രൈബ് ദ ഡോൾ. എന്താണ്? ഇവിടെ നമ്മളൊരു ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റാണ്? ഡോളാണ് അല്ലേ. അപ്പോൾ ഈ ഡോളിന് കൂട്ടുകാർ എന്ത് ചെയ്യുക? നല്ല ഭംഗിയായിട്ട് ഡോളിന് നിറം കൊടുക്കുക. എന്നിട്ട് താഴെ എന്ത് ചെയ്യണം? ഡോളിനെ കുറിച്ച് എഴുതി കൊടുക്കണം. അപ്പം എന്തെഴുതാം? ദിസ് ഈസ് എ ഡോൾ എന്നെഴുതാം അല്ലേ. എ ഡോൾ, ദിസ് ഈസ് എ ഡോൾ. പിന്നെ എന്തെഴുതാം കൂട്ടുകാരെ? ഇറ്റ് ഹാസ് വെരി നൈസ് ഡ്രസ്. ഓക്കെ, ഇറ്റ് ഹാസ് വെരി നൈസ് ഡ്രസ്. പിന്നെന്താ എഴുതി കൊടുക്കാം കൂട്ടുകാരെ? along with, okay, along with beautiful shoes അല്ലേ. നല്ല ഭംഗിയുള്ള ഷൂസ് ഉണ്ട്. ദെൻ her hair is so cute. അതിൻ്റെ ഹെയർ എങ്ങനെയാണ്? നല്ല ഭംഗിയുള്ളതാണല്ലേ. ദെൻ പിന്നെന്താ എഴുതാം? ഇറ്റ് ഹാസ് ബ്ലൂ കളർ ഫ്രോക്ക്. ഓക്കെ, ദെൻ ഐ ലൈക്ക് ദിസ് വെരി മച്ച്. എന്താണ്? എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് ആണ് നിങ്ങളവിടെ എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായല്ലേ? ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ സിയാസ് ഡയറി ആണ്. സിയയുടെ ഡയറിയാണ്. ഹിയർ ഈസ് ദ ഡയറി ഓഫ് സിയ, റീഡ് ഹെർ ഡയറി. അപ്പോൾ സിയ എന്താണ്? ഡോളൊക്കെ കിട്ടിയതിന് ശേഷം ഡയറി എഴുതിയിരിക്കുകയാണ്.
ഐ ആം വെരി ഹാപ്പി ടുഡേ, ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ഐ ഗോട്ട് എ ഡോൾ, എന്താ കിട്ടിയത്? എനിക്കൊരു ഡോള് കിട്ടി. ദ ബോയ്സ് മദർ ഗേവ് മീ ദ ഡോൾ, ആ ബോയുടെ മദർ എനിക്ക് ഡോൾ തന്നു. ഇറ്റ് ക്യാൻ സിങ് ആൻഡ് ഡാൻസ്, എന്താണ്? ഇതിന് സിങ് ചെയ്യാനും ഡാൻസ് ചെയ്യാനൊക്കെ അറിയും. ഐ ലൈക്ക് ദ ഡോൾ, എനിക്ക് ആ ഡോൾ ഇഷ്ടമായി. Give the tick mark to the correct one and cross mark to the incorrect one. ഇതാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ശരിയായതിന് ശരി ടിക്കും, തെറ്റായതിന് ടിക്കും, തെറ്റായിട്ടുള്ള ടിക്കും കൊടുക്കണം. ഫസ്റ്റ് വൺ, സിയ ഈസ് ഹാപ്പി, എന്താണ്? സിയ ഹാപ്പിയാണ്, അപ്പോൾ അത് ശരിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? ശരി എന്നുള്ളത് കൊടുക്കാം. ദെൻ സിയ ലൈക്സ് ദ ഡോൾ, സിയക്ക് ഡോൾ ഇഷ്ടമായി, അതും ശരിയാണ്. ദ ബോയ് ഗോട്ട് എ ഡോൾ, ബോയ്ക്കാണോ ഡോൾ കിട്ടിയത്? അല്ല, സിയക്കാണ്. അപ്പം എന്താണ്? അത് തെറ്റാണ്. ദ ഡോൾ ക്യാൻ സിങ് ദ ഡാൻസ്, എന്താണ്? ആ ഡോള് സിങ് ചെയ്യാനും ഡാൻസ് ചെയ്യാനൊക്കെ പറ്റും, അതും ശരിയാണ്. സിയാസ് മദർ ഗേവ് ദ ഡോൾ, സിയയുടെ മദറാണ് ഡോൾ കൊടുത്തത്? അല്ല, ബോയുടെ മദറാണ് അല്ലേ. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്തിട്ട് എഴുതേണ്ടത്. ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്, ആക്ടിവിറ്റി നമ്പർ 5 ആണ് ഡോൾ സോങ്, ഡോളിൻ്റെ പാട്ടാണ്. കംപ്ലീറ്റ് ദ ലൈൻസ് ഓഫ് ദ സോങ്. ഐ ആം എ ഡോൾ, എന്താണ്? ഞാനൊരു ഡോളാണ്. സ്മാർട്ട് ആൻഡ് ക്യൂട്ട്, ഞാനെങ്ങനെയാണ്? സ്മാർട്ടാണ്, ക്യൂട്ടാണ്. ഐ ലൈക്ക് ടു ഡാൻസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. ദെൻ ടാപ്പ് ടാപ്പ് ടൂപ്പ് ടൂപ്പ് ടാപ്പ് ടൂപ്പ് ടൂപ്പ്, ഓക്കെ, ഡാൻസ് ചെയ്യേണ്ട ഒരു സൗണ്ട് കൊടുത്തതാണ്. നെക്സ്റ്റ്, ഐ ആം എ ഗേൾ, ഞാനൊരു ഗേളാണ്. സ്മാർട്ട് ആൻഡ് ക്യൂട്ട്, ഞാൻ സ്മാർട്ടാണ്, ക്യൂട്ടാണ്. പിന്നെ എന്തെഴുതാം? ഐ ലൈക്ക് ടു സിങ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഐ ലൈക്ക് ടു സിങ്, ഐ ലൈക്ക് ടു സിങ്. ദെൻ ലാ ലാ ലാ, പിന്നെന്താ എഴുതാം? ലൂ 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 എന്ന് എഴുതാം അല്ലേ. ലൂ 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 എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സൗണ്ട് അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതേണ്ടത്. വളരെ സിമ്പിളാണ്. ഡിസ്ക്രിപ്ഷൻ മാത്രം കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായോ വീഡിയോ? അപ്പോൾ എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ കേട്ടോ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.